नमस्ते, सबको स्वागत। पिछली कक्षा में पिता के बारे में कुछ और पढ़ा। पिता के बारे में कहे तो पिता सब कुछ समझता था और लंबे 35 वर्षों तक अखंड केवल रामायण और गीता पढ़ते आ रहे हैं। उसे पिता को कभी भयावह, कभी सम्मानजनक और कभी झूठ लगता। उस समय उसका बच्चा कुनमुनाकर रोने लगा। उस समय वह गिड़की छोड़ी और अपने बिस्तर पर बनावटी सो गया, क्योंकि उसकी पत्नी देवा, उसका नाम है सुधीर, उसकी पत्नी का नाम है देवा, बच्चे के रोने से उठ पड़े और संशय के साथ बहुत से बेकार प्रश्नों द्वारा हल करना शुरू कर दे। इसलिए वह झूठ मूठ सो गया। कुछ समय के बाद उसने तय किया कि वह देवा के बारे में ही कुछ सोचे अथवा उसके शरीर को छूता रहे। उसने उसके देवा के कुल्हे पर हाथ रख दिया, लेकिन उसको तनिक भी उत्तेजना नहीं महसूस हुई। उसने थोड़ी देर उत्तेजना की प्रतीक्षा कर रही और उस समय उसके मन में पिता के बारे में उसने सोचा, बाहर पिता सो या जाग रहे हैं। यहाँ पिता कमरे के अंदर सो जाने के बदले घर के बाहर बरामदे में रहकर बाहरी होते जा रहे हैं। ഇപ്പോൾ നമ്മളിപ്പോൾ പറയുന്ന കുറച്ച് കാര്യം ഇതാണ്. അതായത് നമ്മൾ പഴയ കാലത്തെ ആളുകൾ, അതായത് മക്കൾക്കും മരുമക്കൾക്കൊക്കെ കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടായിക്കോട്ടെ എന്ന് കരുതി പ്രായമായവർ, വാർദ്ധക്യത്തിലെത്തിയവർ, രോഗികളായിട്ടുള്ള ആളുകൾ അവരെ വീടിൻ്റെ ഉള്ളിൽ നിന്ന് മാറി പുറത്ത് താമസിക്കുന്നൊരവസ്ഥ. അതായത് മറ്റുള്ളവർക്ക് ശല്യക്കേടാവുണ്ടാകുമെന്ന് കരുതിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് വീടിൻ്റെ ഉള്ളിൽ ഒഴിഞ്ഞു കൊടുക്കുന്ന അവസ്ഥ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഈ അച്ഛനും എല്ലായ്പ്പോഴും വീടിൻ്റെ പുറത്താണ് കിടന്നുറങ്ങുന്നത്. അതായത് അച്ഛൻ ഉള്ളിലാളല്ലാതെ പുറത്താളായിട്ട് മാറുന്നൊരവസ്ഥ. ഇവിടെ പറയുന്നത് അതാണ്. അതായത് ബഹു ബേട്ടിയോं के निजी जीवन को स्वतंत्र रखने देने के लिए ये बड़े बूढ़े लोग अपना अधिकांश समय बाहर व्यतीत किया करते हैं. അവരവരുടെ കൂടുതൽ സമയം പുറത്താണ് അവർ ചിലവഴിക്കുന്നത്. उसे पिता के बूढ़ेपन का ख्याल आ करके बहुत दुख हुई, लेकिन उसके बाद फिर भी दृढ़ता से सोचा, पिता अभी बूढ़े नहीं हुए हैं, उन्हें प्रतिक्षण हमारे साथ साथ जीवित रखना चाहिए. उस समय ये बेटा पुरानी जीवन व्यवस्था के बारे में सोचते हैं, वह ये कितनी कठोर थी. അപ്പോൾ അച്ഛനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ, അച്ഛനെക്കുറിച്ചുള്ള ചിന്തകൾ വന്നപ്പോൾ അയാൾക്ക് പെട്ടെന്നൊരു വിറയലുണ്ടായി, വിഷമമുണ്ടായി. പറയണ അച്ഛൻ അവന് ഉള്ളിൽ പറഞ്ഞ് വിശ്വസിപ്പിക്കണം, അച്ഛനിപ്പോഴും വയസ്സായിട്ടില്ല, ഓരോ നിമിഷവും അച്ഛൻ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് ആഗ്രഹിക്കണം, ജീവിതം മുഴുവൻ അച്ഛൻ കൂടെ ഉണ്ടായിരിക്കണമെന്ന് ആഗ്രഹിക്കണം. അതോടൊപ്പം തന്നെ പഴയ ജീവിത വ്യവസ്ഥയെക്കുറിച്ച് അദ്ദേഹം ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്.
അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ, അച്ഛനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ചെറുതായിട്ട് കണ്ണൊന്നും നനഞ്ഞു എന്നാണ് പറയുന്നത്. എങ്കിലും അവിടെ പറയുന്നുണ്ട്, അച്ഛനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ചില സമയത്ത് പിതാ തും ഹമാര നിഷേധ കർത്തേ ഹോ, തും ഡോങ്കി ഹോ, അഹങ്കാരി, വജ്രഹങ്കാരി. അച്ഛനൊരു ഫ്രോഡാണ്, അച്ഛനൊരു അഹങ്കാരിയാണ്, വളരെ വലിയൊരു അഹങ്കാരിയാണെന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ അത് ഉള്ളിൽ തന്നെ കിടക്കുന്നൊരു കാര്യമാണ്, അത് പുറത്തേക്ക് അദ്ദേഹം പറയുന്നില്ല. അങ്ങനെ പുറത്തേക്ക് പറയാനായിട്ട് സാധിച്ചിരുന്നില്ല. അച്ഛനെക്കുറിച്ച് അങ്ങനെ പറയാനായിട്ട് ഒരിക്കലും സാധിക്കുമായിരുന്നില്ല. പക്ഷെ അച്ഛനെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നുണ്ട്, അച്ഛൻ പിതാ കടോർ ഹേ, അച്ഛൻ കഠിന ഹൃദയനാണെന്ന് പറയുന്നുണ്ട്. അതിനോടൊപ്പം പറയേണ്ടത് ഉന്നോനെ പുത്രം കെ സാമനെ അപ്പനേക്കോ കബി പസാര നഹീം, അദ്ദേഹം മക്കളുടെ മുന്നിൽ ഒരിക്കലും കൈ നീട്ടിയിട്ടില്ല എന്ന് പറയുന്നത്. പണ്ടത്തെ നമ്മൾ അച്ഛന്മാരെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അറിയാം, അവർ മക്കളുടെ മുന്നിൽ ഒരിക്കലും കൈ നീട്ടാൻ തയ്യാറാവില്ല. അവർ ഹാർഡ് വർക്ക് ചെയ്തിട്ട്, അതായത് കഠിനാധ്വാനം ചെയ്ത്, കൃഷിപ്പണിയായിരിക്കാം, വേറെ എന്തെങ്കിലും ആയിരിക്കാം, കൂലിപ്പണിയായിരിക്കാം, എന്ത് തന്നെയായാലും അവരാ കുടുംബത്തെ പോറ്റുന്നത് അങ്ങനെയാണ്. അച്ഛനില്ലായ്മയിലും വല്ലായ്മയിലാണ് ജീവിക്കുന്നതെങ്കിൽ, പക്ഷേ മക്കൾ നല്ല നിലയിലെത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനൊരു അത് തന്നെയാണ്. ഒരിക്കലും അച്ഛൻ മക്കളുടെ മുന്നിൽ കൈ നീട്ടാനായിട്ട് പോയിട്ടില്ല, അതിൻ്റെ ഒരു ആവശ്യം വന്നിട്ടില്ല. നെക്സ്റ്റ് നമ്മളെടുക്കാൻ പോകുന്നത് ലഗ്താ ഹേ ദീവാരോं पर भी पसीना चुचुहा आया. അപ്പോൾ ये बेटे को लगता है दीवारों पर भी पसीना चुचुहा आया है. ഇപ്പോൾ ചുമരിൻ്റെ മുകളിൽ പോലും വിയർപ്പ് ഒഴുകുന്നതായിട്ട് തോന്നണം. खुद को चुरा बोंग देने या दीवार पर सिर पटकने या सोती बीवी के साथ पाशविक हो जाने का ढोंग सोचने के बाद भी गर्मी की बेचैनी नहीं कटी. അപ്പോൾ ചൂട് കൊണ്ട്, നല്ല ചൂടാണ്, ബേഹദ് ഗർമീഹി എന്ന് പറയുന്നുണ്ട്, നല്ല ശക്തമായിട്ടുള്ള വളരെയധികം ചൂടുള്ള സമയമാണ്. രാത്രി സമയം ഉറങ്ങാൻ പറ്റുന്നില്ല, ആകെ വിയർത്തൊഴുകാനായിട്ട് തുടങ്ങി, ചുമരുമ്പോൾ ചരിന്ന് ഒഴുകാനായിട്ട് തുടങ്ങി. ആ സമയത്ത് ഖുദ് ഖോ ചുരാ ബോങ്ദേനെ, അതായത് സ്വയം കത്തി കുത്തിയിറക്കുന്നതായിട്ടും, ദീവാർ പർ സിർ പടക്നെ, തല ചുമരുമ്പോൾ കൊണ്ടുപോയി അടിക്കുന്നതായിട്ടും, യാ സോത്തി ബീവി കെ സാത്ത് പാശവിക് ഹോ ജാനെ കെ ഡോങ് സോജനെ കെ ബാദ് ബി, അതായത് ഉറങ്ങിക്കിടക്കുന്ന ഭാര്യ ദേവയുടെ കൂടെ, ദേവയുടെ അടുത്ത് എന്താ പറയുക, മോശമായിട്ടുള്ള രീതിയിൽ കാണിക്കാനായിട്ടുള്ള ഫ്രോഡ് പണി ചെയ്യാനായിട്ട് അതും ചിന്തിച്ചതിന് ശേഷം അവൾ അരക്കെട്ടിൽ തോന്നുന്നുണ്ട്, അവിടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട്, എന്തെങ്കിലും പ്രേരണ ഉണ്ടാവും നോക്കിയിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിച്ചതിന് ശേഷവും ഗർമിക്ക് ബേച്ചേനി നഹീം കട്ടി, ചൂടിൻ്റേതായിട്ടുള്ള ആ അസ്വസ്ഥതകളൊന്നും തന്നെ കുറഞ്ഞില്ല. ഒരുപാട് ചിന്തകൾ അച്ഛനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, സ്വയം കത്തി കുത്തിയിറക്കുന്നത് പോലെ തോന്നുന്നുണ്ട്, തല ചുമരും പിടിക്കുന്നുണ്ട്, ഭാര്യയുടെ കൂടെ എങ്ങനെ വേണമെന്നുള്ളത് ചിന്തിക്കുന്നുണ്ട്, എന്നിട്ടും ചൂടിനൊരു കുറവുണ്ടായില്ല. उसने ईश्वर को बुदबुदाना चाहा लेकिन वैसा नहीं किया. അപ്പോൾ അയാൾ ഈശ്വരനോട് പിറുപിറുക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്, ലേക്കിൻ വൈസനെ, പക്ഷെ അങ്ങനെയൊന്നും തന്നെ ചെയ്തില്ല. കേവൽ ഹൽക്കെ ഹൽക്കെ ഹാത്ത് കെ പഞ്ചോം സെ സിർ കെ ബാലോം കോ ദബോച്ച് കർ വഹ് രഖ് ഗയാ. അയാളതൊന്നും ചെയ്തില്ല, ഒരു മുറുമുറുപ്പും പിറുപിറുപ്പൊന്നും ഉണ്ടായില്ല. കേവലം അദ്ദേഹത്തിൻ്റെ ആ ചെറിയ കൈവിരലുകൾ കൊണ്ട് തലയിലെ മുടിയിഴകളിലെ അമർത്തി പിടിച്ചുകൊണ്ട് അവിടെ തന്നെ ഇരിക്കുകയാണ്. മൗസം കി ഗർമി സെ കഹീ അധിക് പ്രബൽ പിതാ ഹേ ഉസ് സമയ യേ ബേട്ട സോച്താ ഹേ. ഈ മോൻ ചിന്തിക്കുകയാണ്, മൗസം കി ഗർമി സെ കഹീം അധിക് പ്രബൽ പിതാ ഹേ, ഈ കാലാവസ്ഥയുടെ, ഈ ക്ലൈമറ്റിൻ്റെ ചൂടിനേക്കാളും കൂടുതൽ അധികം ശക്തിയുള്ളവനാണ് അച്ഛനെന്ന് അവൻ ചിന്തിക്കുകയാണ്. ആരെപ്പോലെ എന്ന് പറയുന്നത് മൗസം കി ഗർമി സെ കഹീം അധിക് പ്രബൽ പിതാ ഹേ, നമ്മുടെ ഇപ്പോഴത്തെ ഈ കാലാവസ്ഥയുടെ, ഈ ചൂടിൻ്റെ, ഈ ക്ലൈമറ്റിനേക്കാളും എത്രയോ ശക്തനാണ് എൻ്റെ അച്ഛനെന്ന് അയാൾ ചിന്തിക്കുകയാണ്. उसके सामने एक घटना मजबूती से टंग गई. ഇപ്പോൾ അച്ഛൻ പ്രബലനാണ് എന്ന് കാണിക്കുന്ന ഒരു സംഭവം
ഈ ആളുടെ ഈ മകൻ്റെ മുന്നിൽ അങ്ങനെ ഏക്ക് ഘടന മസ്ബൂത്തി സെ ഢങ് ഗയി, അദ്ദേഹത്തിൻ്റെ മുന്നിൽ ശക്തമായിട്ടുള്ളൊരു സംഭവം തന്നെ ഉണ്ടായതായിട്ട് പറയണം. കണ്ണിൻ്റെ മുന്നിൽ അതായത് നേരിട്ട് കണ്ടുള്ള ഒരു സംഭവമാണ്. ഉസ്നെ ഘടനാക്കോ മൻമേ ദോഹരായ, ആ സംഭവത്തെ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും ആവർത്തിച്ച് കൊണ്ടുവരികയാണ്. ദോഹരായ റിപ്പീറ്റ് ചെയ്യുക. वायुसेना में नौकरी करने वाला उसका कैप्टन भाई के यूनिवर्सिटी के खर्च के लिए 2 वर्ष तक 50 रुपये बेचता रहा था. എയർഫോഴ്സിൽ ജോലി ചെയ്യുന്ന ഇയാളുടെ ഈ മകൻ്റെ അല്ലെങ്കിൽ അച്ഛൻ്റെ ഒരു മകൻ അല്ലെങ്കിൽ ഇയാളുടെ സഹോദരൻ ക്യാപ്റ്റനാണ്, ക്യാപ്റ്റൻ ബായി. അയാൾ ബഹൻ കെ യൂണിവേഴ്സിറ്റിക്ക് ഖർച്ച് കയറിയേ, സഹോദരി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നുണ്ട്, അവർക്ക് ചിലവിന് വേണ്ടിയിട്ട് 2 വർഷത്തേക്ക് 2 വർഷത്തോളം 50 രൂപയെ ബേച്ച് തരഹാത്ത, 50 രൂപ വെച്ച് 2 വർഷത്തോളം ഈ സഹോദരിക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് അയച്ചു കൊടുത്തിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്നിട്ടുള്ളൊരു സംഭവമാണ് അച്ഛൻ ശക്തനാണ്, അച്ഛൻ പ്രബലനാണ്, മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടുന്നവനല്ല എന്ന് തെളിയിക്കുന്ന ഈ ഒരു നല്ലൊരു സംഭവമാണത്. അതായത് വായുസേനാമേ കാ പർണേവാല कैप्टन भाई बहन के पढ़ाई के लिए, यूनिवर्सिटी के पढ़ाई के लिए यानी उसके खर्च के लिए 2 वर्ष तक 50 रुपये भेजे थे. 2 വർഷത്തോളം 50 രൂപ വെച്ച് അയച്ചു കൊടുത്തിരുന്നു. एक बार अकस्मात कैप्टन भाई होली अवकाश मनाने घर आ गया था. एक बार अकस्मात ഒരു പ്രാവശ്യം പെട്ടെന്ന് ക്യാപ്റ്റൻ ബായി ഹോളി അവകാശം എന്ന് പറഞ്ഞാൽ ചുട്ടി, ഹോളിഡേ. അപ്പോൾ ഹോളി അവധി മനാനെ കേലിയെ ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഗറാകയാത്ത. അപ്പോൾ വായുസേനയിൽ ജോലി ചെയ്യുന്ന ക്യാപ്റ്റൻ ബായി ഒരു പ്രാവശ്യം ഹോളിയുടെ വെക്കേഷനിൽ ഹോളിയുടെ അവധിയിൽ വീട്ടിലേക്ക് വരിക. पिता ने उसके हाथों में उसके नाम की 1200 रुपयों वाली एक पासबुक थमा थी. वो होली की छुट्टी मनाने के लिए घर में आए कैप्टन भाई के हाथों में, ഹോളി അവധി ആഘോഷിക്കാനായിട്ട് എയർഫോഴ്സിൽ നിന്ന് ലീവിൽ വന്ന നമ്മുടെ ക്യാപ്റ്റൻ ബായിയുടെ കയ്യിൽ ഉസ്കെ നാം കി, അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ക്യാപ്റ്റൻ ബായുടെ പേരിൽ തന്നെ 1200 രൂപയും വാലി 120 രൂപയുടെ 1200 രൂപയുടെ एक പാസ്ബുക്ക് ദമാതി, ഒരു പാസ്ബുക്ക് വെച്ച് കൊടുക്കണം, ഏൽപ്പിച്ചു കൊടുക്കണം. ദമാതേന എന്ന് പറഞ്ഞാൽ സൗംബന, ഏൽപ്പിച്ചു കൊടുക്കണം. അപ്പോൾ ഓരോ മാസം കൂടെ നമ്മൾ പറഞ്ഞു 2 വർഷ തക് 50 രൂപയെ, അതായത് 2 വർഷത്തോളം 50 രൂപ വെച്ച് അയച്ചു കൊടുത്തിരുന്നു. അങ്ങനെ 2 വർഷം അയച്ചു കൊടുത്തു. ഈ അയച്ചു കൊടുത്തപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്, 2 വർഷത്തെ ഈ അയച്ചു കൊടുത്ത പൈസ അച്ഛൻ എടുത്തിട്ടില്ല. അച്ഛനത് ഈ ക്യാപ്റ്റൻ ബായുടെ പേരിൽ തന്നെ ബാങ്കിൽ അക്കൗണ്ട് തുറന്ന് ഈ പൈസയൊക്കെ അതിൽ തന്നെ സേവ് ചെയ്തിട്ട് ഈ സഹോദരൻ ഹോളി ആഘോഷിക്കാനുള്ള വെക്കേഷന് വന്നപ്പോൾ അതിൻ്റെ പാസ്ബുക്ക് എടുത്ത് ക്യാപ്റ്റൻ ബായി ഏൽപ്പിക്കുകയാണ്. എത്ര രൂപയുണ്ട്? 1200 രൂപയും വലിയ പാസ്ബുക്ക്, 1200 രൂപയുടെ ഒരു പാസ്ബുക്ക്. അപ്പോൾ 50 രൂപ വെച്ചാകുമ്പോൾ ഒരു വർഷം 600 രൂപ, 2 വർഷമാകുമ്പോൾ 1200 രൂപ. അങ്ങനെ 1200 രൂപയുടെ ചെക്ക് പാസ്ബുക്ക് അവിടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. സബ്കോ യേ ബഡാ ആശ്ചര്യജനക് ലഗാ, ഇത് കണ്ടപ്പോൾ എല്ലാവർക്കും വളരെയധികം ആശ്ചര്യം തോന്നി. കാരണം ആ അയച്ചു കൊടുത്ത പൈസ ഒരു പൈസ പോലും ഈ സഹോദരിയെ പഠിപ്പിക്കാനായിട്ട് അച്ഛൻ എടുത്തിട്ടില്ല. സ്വന്തം മോളെ പഠിപ്പിക്കാനായിട്ട് ഈ മാൻ്റെ പൈസ എടുത്തിട്ടില്ല. സബ്കോ യഹ് ബഡാ ആശ്ചര്യജനക്, എല്ലാവർക്കും ഇത് വളരെ ആശ്ചര്യം ഉണ്ടാക്കുന്ന കാര്യമായിരുന്നു. कैप्टन भाई को हैरत हुई और उस हल्की खुशी भी कि एकाएक काफ़ी रुपये मिल गए.
ക്യാപ്റ്റൻ ബായിക്ക് ഒരു ഭാഗത്ത് അമ്പരപ്പുണ്ടായത്, ഹൈരത്ത് ഹുയി, വളരെയധികം അമ്പരപ്പ് തോന്നി, ആശ്ചര്യം തോന്നി. അവർ ഹൽക്കി ഖുഷി ബിക്കി, എന്നാൽ ചെറിയൊരു സന്തോഷം ഉണ്ടായിരുന്നു. എന്താണ് സന്തോഷം? എഖായേ കാഫി രൂപയെ മിൽകയെ, പെട്ടെന്ന് ഒരുമിച്ച് കുറേ രൂപ, കാഫി രൂപയെ മിൽകയെ, കുറേ രൂപ ഒരുമിച്ച് കിട്ടിയതിൻ്റെ സന്തോഷമുണ്ട്. ക്യാപ്റ്റൻ ബായിയുടെ പൈസ കണ്ടപ്പോൾ ക്യാപ്റ്റൻ ബായിക്ക് ഒരു അമ്പരപ്പും പരിഭ്രമവും ആശ്ചര്യമൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചെറിയൊരു സന്തോഷം ഉണ്ടാകുന്നുണ്ട്, ഒരുമിച്ച് കുറച്ച് പൈസ കയ്യിൽ വന്നല്ലോ എന്നുള്ള സന്തോഷം. ലേക്കിൻ ഇസ് ബാത്ത് സേ ഉസേ ദുഃഖ് ഓർ പരാജയ കാ ഭാൻ ബി ഹുവാ, ഭാൻ എന്ന് പറഞ്ഞാൽ തോന്നൽ. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് തന്നെ, അതായത് ഈ 1200 രൂപയ വാപ്പസ് ദിയ, തിരിച്ചു കൊടുത്തു അല്ലേ, ആ കൊടുത്ത കാരണം ഉസ്കെ മൻമേ ദുഃഖ് ഓർ പരാജയ കാ ഭാൻ ബി ലഗ, അദ്ദേഹത്തിന് കുറച്ച് ദുഃഖം ഉണ്ടായി. അതോടൊപ്പം തന്നെ പരാജയത്തിൻ്റേതായിട്ടുള്ളൊരു തോന്നൽ അദ്ദേഹത്തിനുണ്ടായി. നമുക്കായാലുണ്ടാവും, നമ്മൾ 2 വർഷത്തോളം പൈസ അയച്ചു കൊടുത്തു, അതിൽ നിന്ന് ഒരു പൈസ പോലും എടുക്കാതെ അതങ്ങനെ ബാങ്കിൽ അക്കൗണ്ടിലിട്ട് സഹോദരൻ വരുമ്പോൾ അത് അതേപോലെ തന്നെ പാസ്ബുക്ക് തിരിച്ചു കൊടുക്കുക. അവസ്ഥ ഒന്ന് ആലോചിക്കുക, 2 വർഷത്തോളം അയച്ചു കൊടുത്ത പൈസയ്ക്ക് ഒരു വിലയില്ലാതെ അവിടെ കണക്ക് കൂട്ടാണ് ചെയ്യുന്നത്. ആ പൈസ അതുപോലെ തിരിച്ചു, ശരിക്കും ഒരു പരാജയം തന്നെയാണ്. അവിടെ ജയിക്കുന്നത് അച്ഛൻ തന്നെയാണ്, വിജയം അച്ഛൻ്റെ അടുത്താണ്. ഉസ്നെ അപ്പനേക്കോ ചോട്ടാ മഹസൂസ് കിയാ. അപ്പോൾ അങ്ങനെയായി കഴിഞ്ഞപ്പോൾ അയാൾക്ക് സ്വയം ചെറുതായതായിട്ട് തോന്നി. അത് ഇത്രയും ചെയ്തിട്ട് ഒന്നും ഒരു കാര്യം ഉണ്ടായില്ലല്ലോ, അപ്പോൾ സ്വയം ചെറുതായത്, അപ്പനേക്കോ ചോട്ടാ മഹസൂസ് കിയാ, അതായത് സ്വയം ചെറുതായതായിട്ട് തോന്നണം അയാൾക്ക്. അതുകൊണ്ട് ചെറിയ ദുഃഖമുണ്ട്. 2 वर्ष तक बहन के लिए उसने जो थोड़ा बहुत किया वह सब एक पल में घटकर नगण्य हो गया. ഇവിടെ സ്വയം ചെറുതായതായിട്ട് ക്യാപ്റ്റൻ ബായിക്ക് തോന്നുകയാണ്, അച്ഛൻ്റെ മുന്നിൽ സ്വയം ചെറുതായതായിട്ട് തോന്നുകയാണ്. അച്ഛൻ വേണ്ടാന്ന് പറഞ്ഞ് ആ പൈസ തിരിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരുപാട് ദുഃഖമുണ്ടായി, അതുപോലെ തന്നെ പരാജയപ്പെട്ടു എന്നുള്ളൊരു തോന്നൽ അദ്ദേഹത്തിനുണ്ടായി. അപ്പോൾ അച്ഛൻ്റെ മുന്നിൽ സ്വയം ചെറുതായതായിട്ട് തോന്നുകയാണ്. അങ്ങനെ 2 वर्ष तक बहन के लिए उसने जो थोड़ा बहुत किया, 2 വർഷത്തോളം സഹോദരിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം എന്തൊക്കെയാണോ ചെയ്തിട്ടുള്ളത്, അതായത് സഹോദരിക്ക് വേണ്ടിയിട്ട് കൊടുത്തത്, വ സബ് ഏക് പൽ മേ ഗഡ്കർ നഗണ്യ ഹോ ഗയ, അതെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് അതെല്ലാം ഇല്ലാതെ എന്ന് പറഞ്ഞു. ഗഡ്കർ അതെല്ലാം കുറഞ്ഞ് നഗണ്യ ഹോ ഗയ, അതായത് വിലയില്ലാത്തതായിട്ട് മാറി. അപ്പോൾ അച്ഛൻ്റെ മുന്നിൽ, അതായത് ഒറ്റ നിമിഷം കൊണ്ട്, അതായത് 2 വർഷത്തോളം സഹോദരിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം പൈസ അയച്ചു കൊടുത്തിരുന്നു, അതെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് വിലയില്ലാത്തതായിട്ട് മാറി എന്നാണ് പറയുന്നത്. ഫിർ ബി വഹ് അനുഭവ് കർ രഹാ ഥാ ക്യാപ്റ്റൻ ബായി ജ്യാദാ സോച്ച്തേ നഹീ, എങ്കിലും വഹ് അനുഭവ് കർ രഹാ ഥാ, അപ്പോൾ ഇയാൾക്ക്, നമ്മുടെ ഈ മകന് തോന്നുകയാണ്, ക്യാപ്റ്റൻ ബായി ജ്യാദാ സോച്ച്തേ നഹീ, ക്യാപ്റ്റൻ ബായി കൂടുതലായിട്ടൊന്നും ചിന്തിക്കുന്നില്ല എന്ന് ഇദ്ദേഹത്തിന് തോന്നുകയാണ്. ഖിലാഡി തബിയത്ത് ഖേഹെ, അതായത് ഒരു കളിക്കാരുടേതായിട്ടുള്ളൊരു ആരോഗ്യസ്ഥിതിയിലായിരുന്നു സഹോദരൻ, അതായത് ക്യാപ്റ്റനാണ്. അപ്പം അതിൻ്റേതായിട്ടുള്ളൊരു ചിന്തയും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് ക്യാപ്റ്റൻ ബായി കൂടുതലായിട്ട് ചിന്തിച്ചിട്ടില്ല എന്ന് അദ്ദേഹത്തിന് തോന്നുകയാണ്. യാൻ കി തര ചുട്കി മേ ധർത്തി ചോട് ദേത്തെ ഹേ, യാൻ കി തര, യാൻ എന്ന് പറഞ്ഞാൽ വിമാനമാണ്. വിമാൻ കി തര ചുട്കി മേ ധർത്തി ചോട് ദേത്തെ ഹേ, അതായത് വിമാനം പെട്ടെന്ന് തന്നെ നമ്മുടെ നിലത്തുനിന്ന് പൊങ്ങി പറന്നു പോകുന്ന പോലെ, വിമാൻ കി തര ചുട്കി മേ, നിമിഷ നേരത്തിനുള്ളിൽ പെട്ടെന്ന് ധർത്തി ചോട് ദേത്തെ ഹേ, അതായത് ഭൂമിയിൽ നിന്ന് ആകാശത്തേക്ക് വളരെ പെട്ടെന്ന് ഉയരുന്നത് പോലെ തന്നെ ക്യാപ്റ്റൻ ബായി അതിനെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ അദ്ദേഹം വിട്ടു എന്നാണ് പറയുന്നത്. കിത്തനെ മസ്ത് ഹേ ക്യാപ്റ്റൻ ബായി. അപ്പോൾ ക്യാപ്റ്റൻ ബായി ഇപ്പോഴും വളരെയധികം പ്രസന്നനാണ്, അതായത് വേറൊന്നിനെക്കുറിച്ചുള്ള ചിന്തയില്ല, ചിന്താരഹിതനാണ്. അതുകൊണ്ട് തന്നെ മസ്ത് ഹേ, വളരെയധികം പ്രസന്നതനെക്കുറിച്ച് കൂടുതലായിട്ട് അദ്ദേഹം ചിന്തിക്കുന്നില്ല. ഈ കാര്യം തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് വിട്ടുപോയി എന്ന് പറയുന്നത്. അതായത് എന്തിനെ പോലെ, വിമാൻ കി തര, അതായത് നമ്മുടെ നിലത്തുനിന്ന് വിമാനം നിമിഷ നേരത്തിനുള്ളിൽ പൊങ്ങി ആകാശത്തേക്ക് പറന്നു പോകുന്ന പോലെ അതെല്ലാം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് ഇല്ലാണ്ടായി. അതായത് അതിനെക്കുറിച്ച് കൂടുതലൊന്നും ക്യാപ്റ്റൻ ബായി ചിന്തിച്ചില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സന്തോഷത, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പ്രസന്നത അദ്ദേഹത്തിന് തോന്നുകയും ചെയ്തു. ഉസേ ലഗാക്കി
पिता एक बुलंद बीमकाय दरवाजे की तरह गड़े हैं जिससे टकरा टकरा कर हम सब निहायत भीति और दयनीय होते जा रहे हैं. ഇപ്പോൾ ഇവിടെ ക്യാപ്റ്റൻ ബായുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ശരിക്കും പറയുകയാണെങ്കിൽ മകന് തോന്നുകയാണ് അച്ഛൻ വലിയൊരു, ഇവിടെ പറയുന്നുണ്ട് പിതാക്ക് ബുളന്ത് എന്ന് പറഞ്ഞാൽ ഊഞ്ച, വളരെ ഉയർന്ന, ഭീമകായ ദർവാസയ്ക്ക് തിരകിടഹേ, വളരെ ഉയർന്നൊരു ഭീമാകാരമായിട്ടുള്ള ഒരു വാതിൽ നിൽക്കുന്നത് പോലെയാണ് തോന്നുന്നത്. ശക്തനായ, അത്രയും അഭിമാനത്തോടുകൂടി തലയുയർത്തി നിൽക്കുന്ന അച്ഛൻ്റെ രൂപം. കാരണം അച്ഛൻ ആരുടെ അടുത്തും കൈ നീട്ടാനായിട്ട് തയ്യാറല്ല, അയച്ചു കൊടുത്ത് പോലും തിരിച്ചു കൊടുക്കുന്നൊരവസ്ഥ. അപ്പോൾ ഇയാൾക്ക് തോന്നുകയാണ്, മകന് തോന്നുകയാണ് പിതാക്ക് ബുളന്ത് ഭീമകായ് ദർവാസയ്ക്ക് ഇത്തര ഗഡേഹേ, പിതാക്ക് ഊഞ്ച ഭീമാകാർ ദർവാസയ്ക്ക് ഇത്തര ഗഡേഹേ जिससे टकरा टकरा कर हम सब निहायत പിദ്ദി ദയനീയ ഹോത്തെ जा रहे. നിഹായത്ത് പിദ്ദി എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമായിട്ടുള്ള, തുച്ഛ ജീവ്. ഇവിടെ നിഹായത്ത് എന്ന് പറഞ്ഞാൽ പൂര, അതായത് ഇവിടെ പറയണേ ആ ഉയർന്നു നിൽക്കുന്ന, അഭിമാനത്തോടുകൂടി ഉയർന്നു നിൽക്കുന്ന അച്ഛനാകുന്ന ആ വാതിലിനെ തട്ടിയിട്ട് അതൊരു തടസ്സമായിട്ട് നിന്നുകൊണ്ട് ഹം സബ് ഞങ്ങളെല്ലാവരും നിഹായത്ത് പിദ്യ ദയനീയ ഹോത്തെ ജരഹേ, ഞങ്ങളെല്ലാവരും വളരെ നിസ്സാരമായിട്ടുള്ള ഒരു ജീവിയായിട്ട്, വളരെ ദയനീയമായിട്ടുള്ള ഒരു വ്യക്തികളായിട്ട് ഞങ്ങളവിടെ മാറുന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നുകയാണ്. അപ്പോൾ അച്ഛൻ്റെ മുന്നിൽ മക്കളാരും ഒന്നുമല്ലാത്ത അവസ്ഥയായിട്ട് അവിടെ മാറുകയാണ്. ഇസ് ഘടന കോ യാദ് കർക്കെ और पिता के प्रति घिन्न हो जाने पर भी उसने चाहा कि वह खिड़की से पिता को अंदर आकर सो रहने के लिए आग्रहपूर्वक कहे, लेकिन वह ऐसा नहीं कर सका. इस घटना को याद करके, അപ്പോൾ ഈ സംഭവത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട്, അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ ഈ മകൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അതായത് അച്ഛൻ ആരുടെ മുന്നിൽ കൈ നീട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവ്. അച്ഛൻ്റെ മുന്നിൽ ഈ മക്കൾ ഒന്നുമല്ലാത്ത അവസ്ഥയായി തീരുക. ആ ഒരു സംഭവത്തെ ഓർത്തുകൊണ്ട് പിതാക്കെ പ്രതി ഖിന്ന് ഹോ ജാനെ പർ ബി, ഖിന്ന് എന്ന് പറഞ്ഞാൽ ദുഃഖിക്കുക, ദുഃഖ് എന്നുള്ള അർത്ഥം. അപ്പോൾ അച്ഛനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വളരെ ദുഃഖം തോന്നുന്നുണ്ട്. എങ്കിൽ കൂടി ഉസ്നെ ചാഹാക്കി, അവൻ ആഗ്രഹിക്കുകയാണ് വ ഖിഡ്കി സെ പിതാക്കോ അന്തറാക്കർ സോരഹനേക്ക് ലിയേ, അതെ അയാൾ ജനലിൽ കൂടി അച്ഛനെ അകത്തേക്ക് വിളിച്ചിട്ട് സോരഹനേക്ക് ലിയേ, അകത്ത് കടന്ന് കിടന്നുറങ്ങുന്നതിന് വേണ്ടിയിട്ട് ആഗ്രഹപൂർവ്വം കഹേ, വളരെ ആഗ്രഹപൂർവ്വം പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അച്ഛൻ പുറത്ത് കിടന്നുറങ്ങാണ്. അച്ഛൻ ഇവരുടെ മുന്നിൽ വലിയൊരു രൂപമായിട്ട് നിലനിൽക്കുകയാണ്. തലയുയർത്തി നിൽക്കുന്ന, അഭിമാനത്തോടു കൂടി നിൽക്കുന്ന അച്ഛൻ. അപ്പോൾ അച്ഛനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ, ആ സംഭവത്തെക്കുറിച്ച് അച്ഛനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ദുഃഖം തോന്നുന്നുണ്ട്. അങ്ങനെ അയാൾ, ആ മകൻ ആഗ്രഹിക്കുകയാണ് ജനലിൽ കൂടി അച്ഛനെ വിളിച്ച് അകത്ത് കയറി കിടക്കാൻ പറയണമെന്ന് ആഗ്രഹിക്കുകയാണ്. ലേക്കിൻ വായിസ നഹീം കർസക, പക്ഷേ അവനത് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. വ അസന്തോഷ് और സഹാനുഭൂതി दोनों के बीच असंतुलित भटकती रही. അപ്പോൾ അവനെ വളരെയധികം സന്തോഷമില്ലായ്മ, അതുപോലെ അച്ഛനുള്ള സഹാനുഭൂതി, അസംതൃപ്തിയുണ്ട്, അതുപോലെ തന്നെ സഹാനുഭൂതി. ദോനം കെ ബീച്ച്, രണ്ടിൻ്റെ ഇടയിൽ കിടന്ന് അസന്തുലിത ഭടക്തിരിഹി, അതായത് ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല. അച്ഛനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ദുഃഖവും തോന്നുന്നുണ്ട്, സന്തോഷമില്ലാത്ത അവസ്ഥ വരുന്നുണ്ട്, സഹാനുഭൂതിയും തോന്നുന്നുണ്ട്. രണ്ടിൻ്റെ ഇടയിൽ കിടന്ന് അവൻ അലഞ്ഞുകൊണ്ടിരുന്നു. അച്ഛനോട് അകത്ത് കയറി കിടക്കാൻ പറയാനും പറ്റുന്നില്ല. ना लोको शेड से उड़ती इंजनों की शंटिंग धुनी, ना कंक्रीट की ग्रेट ट्रंक पर से होकर आती धूमन गंज की ओर इक्के दुक्के लौटते कम के घोड़ों की टापें, न जगड़ते कुत्तों की बौंग बांग. സാധാരണ നല്ല ചൂട് സമയം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു പട്ടിയുടെ കുറയുണ്ട്, പൂച്ചേനെ ഓടിപ്പിക്കുന്നുണ്ട്, ട്രെയിൻ പോകുന്ന സൗണ്ട്. ഇന്നതൊന്നുമില്ല എന്ന് പറയുന്നത്. എന്നാൽ ലോക്കോ ഷെഡ് സെ ഉടുത്ത് ഇഞ്ചിനോക്കി ഷണ്ടിങ് ധ്വനി,
ഷണ്ടിങ് ധ്വനി എന്ന് പറഞ്ഞാൽ ആ ഇഞ്ചൻ മാറ്റി പാളത്തേയും കൂടെ ഓടിച്ച് നോക്കുന്നതിനെയാണ് നമ്മൾ ഷണ്ടിങ് എന്ന് പറയുന്നത്. എന്നാൽ ലോക്കോ ഷെഡ്സെ ഉടുത്തി, അതായത് ലോക്കോ ഷെഡിൽ നിന്ന്, ലോക്കോ ഷെഡ് അതായത് ട്രെയിനിൻ്റെ ലോക്കോ ഷെഡിൽ നിന്ന് ഉയരുന്ന എഞ്ചിനുകളുടെ ഷണ്ടിങ് നടത്തുന്ന സൗണ്ടൊന്നും കേൾക്കുന്നില്ല. എന്നാൽ കോൺക്രീറ്റ് की ग्रेट ट्रैंक पर से होकर आती धूमनगंज की ओर, അതുപോലെ തന്നെ കോൺക്രീറ്റിൻ്റെ പെട്ടികളുമായിട്ട് വരുന്ന ധൂമൻഗഞ്ചിലേക്ക് പോകുന്ന ഒറ്റ കുതിരവണ്ടിയുടെ ഇക്കേതൊക്കെ എന്ന് പറഞ്ഞാൽ ഒറ്റ കുതിരവണ്ടിയാണ്. അതിൽ ഇക്കോംസ് കെ ഗോഡോം കി ടാപ്പേ, അതിൽ ആ കുതിരവണ്ടിയിൽ നിന്നുള്ള കുതിരകളിലെ കുളമ്പടി ശബ്ദം കേൾക്കുന്നില്ല. അതായത് ധൂമൻഗഞ്ചിലേക്ക് ഒറ്റ കുതിരവണ്ടിയിൽ സാധനങ്ങൾ കൊണ്ടുപോയിട്ട് മടങ്ങി വരുന്ന കുതിരവണ്ടികളുടെ അല്ലെങ്കിൽ കുതിരകളുടെ കുളമ്പടി ശബ്ദമൊന്നും കേൾക്കുന്നില്ല. ഗോഡം കി ടാപ്പ് എന്ന് പറഞ്ഞാൽ കുളമ്പടി ശബ്ദമാണ്. എന്നാൽ ജഗത്തെ കുത്തും കി ബോങ് ബാങ്, അതായത് അവിടെ കടിപിടി കൂടുന്ന, അതായത് വഴക്കടിക്കുന്ന കടിപിടി കൂടുന്ന പട്ടികളിലെ കുരയുടെ ശബ്ദം കേൾക്കുന്നില്ല. അല്ലെങ്കിൽ പട്ടികൾ കടിപിടി കൂടുന്ന ശബ്ദം, അതുപോലെ ട്രെയിൻ പോകുന്ന സൗണ്ട്, ഇങ്ങനെ കുതിരവണ്ടികളുടെ സൗണ്ട്, ഇതൊക്കെ കേട്ടിരുന്നു. പക്ഷെ ഇന്നും ഒന്നും തന്നെയില്ല. ബസ് കഹി ഉല്ലു ഏക് ഗതി ഏക് വസൻ और एक बीबल सदा में बोल रहा है, ആകപ്പാട് കേൾക്കുന്നത് എവിടെ നിന്നോ മൂങ്ങയുടെ സൗണ്ട് മാത്രമേ കേൾക്കാറുള്ളൂ. ഏക് ഉല്ലു കഹി ഉല്ലു എന്ന് പറഞ്ഞാൽ അവൾ, മൂങ്ങയുടെ സ്വരം മാത്രമാണ് കേൾക്കുന്നുള്ളൂ. അതെങ്ങനെ ബീബൽ സദാമേ ബോൽ രഹാ ഹേ, വളരെ ബീബൽസമായിട്ട് ഉള്ള മൂങ്ങയുടെ സ്വരം മാത്രമാണ്. മൂങ്ങയുടെ സ്വരം എന്ന് പറയുന്നത് തന്നെ ബീഭത്സത ഉണ്ടാക്കുന്നതാണ്, പേടിപ്പിക്കുന്നതാണ് നമുക്ക്. രാത്രി മേ ഷഹർ കാ ആവാസ് കുച്ച് ഫലം കെ ലിയേ മർ സാ ഗയാ ഹേ, രാത്രിയാണ് ഷഹർ കാ ആവാസ്, അത് പട്ടണം എന്നുള്ള തോന്നൽ, കുച്ച് ഫലം കെ ലിയേ കുറച്ച് നിമിഷത്തിന് വേണ്ടിയിട്ട് യേ മർസ ഗയാ ഹേ, അതായത് പട്ടണം എന്നുള്ള തോന്നൽ പോലും കുറച്ച് നേരത്തേക്ക് ഉണ്ടായില്ല എന്ന് പറയുന്നത്. രാത്രിയാണ്, രാത്രിയുടെ യാമങ്ങളിൽ, രാത്രിയുടെ ഈ സമയത്ത് അതൊരു പട്ടണമാണെന്നുള്ള തോന്നൽ ഒരു നിമിഷത്തേക്ക് വേണ്ടി അതുപോലില്ലാതെ എന്ന് പറയുന്നത്. उसको उम्मीद हुई कि किसी भी समय दूर या पास से कोई आवाज़ अकस्मात उठ आएगी, गेड़ी टनटना जाएगी या किसी दौड़ते हुए ट्रक का तेज़ लंबा हॉर्न बज उड़ेगा और शहर का मरा हुआ आवाज़ पुनः जीवित हो जाएगा. അപ്പോൾ അവിടെ പറയുകയാണെങ്കിൽ ആ രാത്രിയിൽ ഒരു ശബ്ദമോ ബഹളമോ ഒന്നും തന്നെയില്ല. വണ്ടിയുടെ ആയാലും ഇല്ല, ട്രെയിനിൻ്റെ ആയാലും ഇല്ല, പട്ടികളുടെ സൗണ്ട് ഇതൊന്നും തന്നെ ഇല്ല. കംപ്ലീറ്റ് സൈലൻ്റാണ്. ഈ മൂങ്ങയുടെ സ്വരം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊരു പട്ടണത്തിൻ്റേതായിട്ട് തോന്നൽ ഒരു നിമിഷത്തേക്ക് ഇല്ലാണ്ടേ എന്നാണ് പറയുന്നത്. അങ്ങനെ ഉസ്കോ ഉമ്മീദ് ഹുയി, അപ്പോൾ അയാൾക്ക് ഒരു ആഗ്രഹം ഉണ്ടാവുകയാണ്. എന്താണ് ആഗ്രഹിക്കുന്നത്? കിസി ബി സമയ ദൂർ യാ പാസേ, ഒന്നുകിൽ അകലെ നിന്ന് അല്ലെങ്കിൽ അടുത്തുനിന്ന് കോയി ആവാസ് അകസ്മാത് ഉജ്ജായി, അകസ്മാതൊന്നും ജൽദി, എന്തെങ്കിലും ഒരു സൗണ്ട് പെട്ടെന്ന് ഉണ്ടാവണം എന്ന് അയാളുടെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടാവുകയാണ്. ഗഡി ടൺടന ജായകി, അതായത് ക്ലോക്കിൻ്റെ ക്ലോക്ക് അടിക്കുന്ന ആ സൗണ്ടെങ്കിലും ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുകയാണ്. और या किसी दौड़ते हुए ट्रक का तेज लंबा हॉर्न बज उड़ेगा, എവിടേക്കെങ്കിലും പോയിക്കൊണ്ടിരിക്കുന്ന ട്രക്കിൻ്റെ നല്ല നീട്ടിയിട്ടുള്ള വേഗത്തിലുള്ള നല്ല നീട്ടിയിട്ടുള്ള ഹോണടി ശബ്ദം കേൾക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. ഷഹർ കാ മരാ ഹുവാ ആവാസ് പുനഃ ജീവിത ഹോ ജായേഗ, അങ്ങനെയാണെങ്കിൽ ഈ രാത്രിയിൽ പട്ടണത്തിൻ്റേതായിട്ടുള്ള ജീവനില്ലാത്ത അവസ്ഥ, അവിടെ ആ പട്ടണം തന്നെ ഇല്ലാതായി എന്നുള്ള തോന്നൽ, അതായത് ഒരു ശബ്ദമില്ലാത്ത അവസ്ഥ, പട്ടണത്തിൻ്റേതായിട്ടുള്ള ഇപ്പോൾ മരിച്ച അവസ്ഥയിലായിരിക്കുന്ന പട്ടണത്തിൻ്റെ പുനഃ ജീവിത ഹോ ജായേഗ, വീണ്ടും ഒരു ജീവൻ വന്നതുപോലെ തോന്നണമെന്ന് അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ആഗ്രഹം ഉണ്ടാവണം. അപ്പോൾ ശബ്ദം ബഹളമൊന്നും ഇല്ലാതെ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തോന്നുന്ന ആഗ്രഹം പെട്ടെന്ന് തന്നെ എന്തെങ്കിലുമൊക്കെ ശബ്ദം ഉണ്ടാവണം. ഒന്നുകിൽ ക്ലോക്കിൻ്റെ സൗണ്ടോ അല്ലെങ്കിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും വണ്ടിയുടെ ഹോണടി സൗണ്ടോ. അത് അങ്ങനെയാണെങ്കിൽ ഈ ഒരു നിമിഷത്തേക്ക് ഈ ഒരു നിമിഷം കൊണ്ട് ആ രാത്രി എന്താ പറയുക, സമ്പൂർണ്ണ നിശബ്ദതയെ അതിൽ നിന്ന് മാറ്റം, ജീവിതം ഉണ്ട്, വീണ്ടും ഈ പട്ടണത്തിന് ജീവൻ വെക്കണമെന്ന് അയാൾ ആഗ്രഹിക്കണം. പൂര ഷഹർ കഹീം കബി നഹീം സോത്ത യാ മർത്ത, പട്ടണം മുഴുവൻ കഹീം
കഭി നഹി സോത്തായ മർത്ത. എവിടെയായാലും കഭി നഹി സോത്ത, അതൊരിക്കലും അവിടെ ഉറങ്ങുന്നില്ല. യാ മർത്ത, മരിക്കുന്നുമില്ല. പട്ടണത്തിനൊരിക്കലും മരണമില്ല, ഒരിക്കലും ഉറക്കമില്ല എന്നാണ് അയാൾ ചിന്തിക്കുന്നത്. बहुत से सोते हुए जान पड़ने वाले भी संक्षिप्त ध्वनियों के साथ या लगभग ध्वनिहीनता के बीच जगह होते हैं. बहुत से ഒരുപാട് നാളായിട്ട് സോത്തേ ഹുയെ ജാൻ പടനെ വാലെ ബി, അതായത് ഉറങ്ങുകയാണെന്ന് തോന്നുന്നവർ പോലും സംക്ഷിപ്ത ധ്വനിയും കെ സാത്ത്, അതായത് ചെറിയ അല്ലെങ്കിൽ ചെറിയ ശബ്ദത്തിൻ്റെയോടൊപ്പം തന്നെ യാ ലഗ്ഭഗ് ധ്വനിഹീനത കെ ബീച്ച്, യാതൊരു ശബ്ദവും ഇല്ല എന്നുണ്ടെങ്കിലും ജഗേ ഹോത്തെ ഹി, അവർ ഉണരുന്നുണ്ട്. അപ്പോൾ എന്താണ്, പൂർണ്ണമായിട്ട് അവിടെ ആരും ഉറങ്ങുന്നില്ല എന്നാണ് പറയുന്നത്. അതായത് ഒരുപാട് നാളായിട്ട് ഉറങ്ങുകയാണെങ്കിൽ പോലും ചെറിയൊരു സൗണ്ട് ഉണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ സൗണ്ട് ഇല്ലെങ്കിലും ആളുകൾ അവിടെ ഉണർന്നിരിക്കുകയാണ്. രാത് കാഫി ബി ചുഗി ഹേ और इस समय ये सब सोचना सिवाय सोने के कितना निरर्थक है. ഇപ്പോൾ രാത്രി ഒരുപാടായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കാഫി ബി ചുഗി ഹേ, രാത്രി ഒരുപാട് കഴിഞ്ഞു പോയി. और इस समय, ഈ സമയത്ത് ये सब सोचना सिवाय, ഇത് എല്ലാം കൂടാതെ സോനേക്ക കിത്ന നിരർത്ഥക് ഹേ, ഉറങ്ങുക എന്ന് പറയുന്നത് എത്ര നിരർത്ഥകമാണ്, അർത്ഥമില്ലാത്തതാണ്. ഇപ്പോൾ രാത്രി കഴിഞ്ഞു പകലാവാറായി തുടങ്ങി, അത്രയും സമയമായി കഴിഞ്ഞു, അത്രയും സമയം വരെ അവിടെ ഉറങ്ങാനായിട്ട് സാധിക്കുന്നില്ല. ഇങ്ങനെ ഓരോരോ ചിന്തകളുമായിട്ട് അയാളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഷായത് പിതാ ഔൻ ഗേഹേ, ഒരു പക്ഷേ അച്ഛൻ ചിലപ്പോൾ ഔൻ ഗേഹ് എന്ന് പറഞ്ഞാൽ ഉറക്കം തൂങ്ങുക അല്ലെങ്കിൽ ഉറങ്ങിപ്പോയിട്ടുണ്ടാവും. करवट बदलने से उत्पन्न होने वाली गांठ की चरमराहट, आम टटोलते समय सूखी अधसूखी पत्तियों के कुचलने की आवाज़, लाठी की पड़क, मकान के फेरे के वक्त की घास खंखार, कुत्ते बिल्लियों को हटकाना कुछ सुन नहीं पड़ रहा है. അപ്പോൾ അച്ഛൻ ഉണർന്നിരിക്കുകയാണെങ്കിൽ സാധാരണ കേൾക്കുന്ന കാര്യങ്ങളാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ അച്ഛൻ ഉറങ്ങിപ്പോയിട്ടുണ്ടാവും ഒരു പക്ഷേ എന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ്. മകൻ ചിന്തിക്കുകയാണ്. കർവട്ട് ബദലിനെ സെ ഉൽപ്പന്ന ഹോനെ വാലി, അതായത് നമ്മൾ കൈ മാറ്റി കിടക്കുമ്പോൾ ഉണ്ടാകുന്ന കാട്ട്കി ചർമരാഹട്ട്, അതായത് കട്ടിലിൻ്റെ ആ ശബ്ദം, നമ്മൾ ഒരു കൈ മാറ്റി ഇടത്തെ കൈ വെച്ച് തലയ്ക്ക് വെച്ച് കിടന്നിരുന്ന് മാറ്റി നമ്മൾ വലത്തെ കൈ വയ്ക്കുമ്പോൾ ആ കട്ടിലിൻ്റെ മുകളിലുണ്ടാകുന്ന ആ സൗണ്ട്. ആം ടട്ടോളത്തെ സമയം, ഇനിയിപ്പോൾ രാത്രിയിലൊരു പണി ചെയ്യുമായിരുന്നു, ഉറങ്ങാതിരുന്ന്, അതായത് ഉറക്കം വരുന്നില്ല, കാരണം ഫാൻ്റെ ചോട്ടിലല്ല കിടക്കുന്നത്, പുറത്താണ്, ചൂട് കാരണം ഉറങ്ങാൻ പറ്റുന്നില്ല. ആ സമയത്ത് ആം ടട്ടോളത്തെ സമയം, മാങ്ങ പറക്കാനായിട്ട് പോകുന്ന സമയത്ത് സൂക്കി അത്സൂക്കി പത്തിയം കെ കുച്ചലിനേക്ക് ആവാസ്, അതായത് ഉണങ്ങിയിട്ടും പകുതി ഉണങ്ങിയിട്ടൊക്കെ കിടക്കുന്ന ഇലകൾ ചവിട്ടി മെതിക്കുമ്പോഴുണ്ടാകുന്ന ആ സ്വരം, ആ സൗണ്ട്. അതുപോലെ ലാട്ടിക്ക് പടക്, വടി കൊണ്ടടിക്കുന്ന സൗണ്ട്. മക്കാൻ കെ ഫേരയ്ക്ക് വക്തയ്ക്ക് ഖാസ് ഖാർ, അതായത് വീടിന് ചുറ്റും ഓടി നടക്കുന്ന സമയത്ത്, വീടിന് ചുറ്റും ഉറക്കമില്ലാതെ അലയുന്ന സമയത്ത് ഖാസ് ഖാർ, ചുമയ്ക്കുന്നതിൻ്റെയും തുപ്പുന്നതിൻ്റെ ആയിട്ടുള്ള സൗണ്ട്. കുത്തേ ബില്ലിയോക്കോ ഹട്ട്ക്കാന, പട്ടീനെയും പൂച്ചേനെയൊക്കെ ഓടിപ്പിക്കുന്ന സൗണ്ട്. യേ കുച്ച് നഹീം കുച്ച് സുൻ നഹീം പട്ടാഹ ഹെ, ഇതൊന്നും ഇപ്പോൾ കേൾക്കുന്നില്ല. രാത്രി ഒരുപാടായി, ഇയാൾ അപ്പോഴും ഉറങ്ങിയിട്ടില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല, അച്ഛനെക്കുറിച്ച് ചിന്തിക്കുകയാണ്. അങ്ങനെ അച്ഛൻ്റെ സൗണ്ടൊന്നും കേൾക്കുന്നില്ല, അച്ഛൻ ഉറങ്ങിയിട്ടുണ്ടാവും തോന്നാണ്. ഈസ് വിചാർ സേക്ക് പിതാ സോകേ ഹോങ്കെ, അപ്പോൾ ഈ മകൻ ചിന്തിക്കുകയാണ്, അച്ഛൻ ചിലപ്പോൾ ഉറങ്ങിയിട്ടുണ്ടാവും. ഉസേ പരം ശാന്തി മിലി, വളരെയധികം സമാധാനം കിട്ടിയിട്ടുണ്ടാവും. അവർ ലഗാക്കി അബു വഹ് ബി സോ സഖേഗ, അങ്ങനെ മോന് തോന്നാണ് അബു വഹ് ബി സോ സഖേഗ, അദ്ദേഹത്തിനും ഉറങ്ങാൻ കഴിഞ്ഞുവെന്ന്, അച്ഛനും ഉറങ്ങാൻ കഴിഞ്ഞുവെന്ന് അയാൾ ചിന്തിക്കുകയാണ്. അപ്പോൾ അച്ഛനെക്കുറിച്ച് പറയുമ്പോൾ അച്ഛനെക്കുറിച്ചുള്ള ചിന്തകൾ വന്നു, അതായത് ഒരുപാട് കാര്യങ്ങൾ അച്ഛനെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. എന്നിട്ടും അച്ഛൻ ഉറങ്ങിയിട്ടുണ്ടാവും, സമാധാനമായിട്ട് അച്ഛൻ ഉറങ്ങുകയായിരിക്കുമെന്ന് ഇയാൾ ചിന്തിക്കുന്നു. പക്ഷേ ഇയാൾക്കപ്പോഴും ഉറങ്ങാനായിട്ട് സാധിക്കുന്നില്ല. അപ്പം അച്ഛൻ്റെ മുന്നിൽ ഈ മക്കൾ ഒന്നുമല്ലാത്തൊരു അവസ്ഥയാണ്.
അച്ഛൻ വലിയൊരു രൂപമായിട്ട് മക്കളുടെ മുന്നിൽ ഒരു മോഡലായിട്ട് അവിടെ നിൽക്കുകയാണ്. കാണുമ്പോൾ തോന്നും എന്തെന്നാണ്, വളരെ കഠിനഹൃദയനാണ് എന്നൊക്കെ തോന്നുമെങ്കിലും വളരെ നല്ലൊരു വ്യക്തിത്വം, നല്ലൊരു സത്യസന്ധൻ, നല്ലൊരു അഭിമാനിയായിട്ടുള്ളൊരു അച്ഛൻ തലയുയർത്തി നിൽക്കുന്നതായിട്ട് ഈ മകന് തോന്നുകയാണ്. ഓക്കെ, താങ്ക് യു.